ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാൽ കൃപയാൽ ഞാൻ പിൻചെല്ലും. ക്രൂശുമെടുത്തിനി ഞാനൻ യേശുവെ പിൻചെൽകയാ. പാരിൽ പരദേശിയായി ഞാൻ മോക്ഷവീട്ടിൽ പോകയാ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ടു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ മിസ്രയീം രാജാവ് ശിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സൂതികർമ്മിണികളോട്, എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതികർമ്മത്തിന് ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലേണം, പെണ്ണാകുന്നുവെങ്കിൽ ജീവനോടിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. മിസ്രയീം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോട് രക്ഷിച്ചു. അപ്പോൾ മിസ്രയീം രാജാവ് സൂതികർമ്മിണികളെ വരുത്തി, ഇതെന്തൊരു പ്രവൃത്തി? നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെ ജീവനോട് രക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. സൂതികർമ്മിണികൾ ഫറവോനോട്, എബ്രായ സ്ത്രീകൾ മിസ്രയീമ്യ സ്ത്രീകളെ പോലെയല്ല, അവർ നല്ല തിറമുള്ളവർ. സൂതികർമ്മിണികൾ അവരുടെ അടുക്കൽ എത്തും മുൻപേ അവർ പ്രസവിച്ചു കഴിയും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ ചെയ്തു. ജനം വർദ്ധിച്ചു, ഏറ്റവും ബലപ്പെട്ടു. സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് അവൻ അവർക്ക് കുടുംബവർധന നൽകി. പിന്നെ ഫറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിലിട്ട് കളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോട് രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. 1960കളുടെ അവസാനത്തിൽ ക്രിസ്തീയ വിശ്വാസികളെ പീഡിപ്പിക്കുന്നതിനായി സോവിയറ്റ് രഹസ്യ പോലീസിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സോവിയറ്റ് നാവികസേനയിലെ ഉയർന്നു വന്ന താരമായിരുന്നു സെർജി കൊർഡക്കോവ്. ക്രിസ്തീയ യോഗങ്ങൾ അലങ്കോലമാക്കുവാനും വിശ്വാസികളെ കയ്യേറ്റം ചെയ്യുവാനും അദ്ദേഹത്തിന് പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. ആ കൂടിവരവുകളിൽ നടാഷ ഷ്ടാനോവ എന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി പങ്കെടുത്തിരുന്നു. മുമ്പിലത്തെ യോഗങ്ങളിൽ കഠിനമായി മർദ്ദനമേൽക്കുകയും ബലഹീനയാകുകയും ചെയ്ത ശേഷം അവൾ സന്തോഷവതിയായി കാണപ്പെടുകയും വിശ്വാസികളുടെ മറ്റ് രഹസ്യയോഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നതായി അദ്ദേഹം ശ്രദ്ധിച്ചു. അവളുടെ ജീവിതം സെർജിയയിൽ വലിയ സ്വാധീനം ചെലുത്തി. ഒരിക്കലൊരു മീറ്റിംഗിൽ അദ്ദേഹം കൈകൊണ്ട് എഴുതിയ വേദപുസ്തക ഭാഗങ്ങൾ വലിച്ചു കീറുകയും നശിപ്പിക്കുകയും ചെയ്തു. ആ ദിവസം അദ്ദേഹം കീറിയ താളുകളിൽ ഒന്ന് താൻ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അതിൽ തന്റെ ശ്രദ്ധ പതിക്കുകയും ചെയ്തു. ലൂക്കോസിന്റെ 11-ാം അധ്യായം യേശു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ച ഭാഗമായിരുന്നു അത്. അവൻ തന്റെ വീട്ടിൽ കൊണ്ടുപോയി അതൊരിക്കൽ കൂടി വായിച്ചു. ഞങ്ങൾക്ക് കടംപെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങളും ക്ഷമിക്കുന്നു എന്ന് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലെ വാക്കുകൾ കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തെ അത് ആഴത്തിൽ സ്പർശിച്ചു. അദ്ദേഹം രഹസ്യ പോലീസുമായുള്ള ജോലി ഉപേക്ഷിച്ച് സോവിയറ്റ് നാവികസേനയിൽ തുടർന്നു. ഒരിക്കൽ തന്റെ കപ്പൽ അമേരിക്കൻ തീരത്തിനടുത്തെത്തിയപ്പോൾ അദ്ദേഹം കപ്പലിൽ നിന്ന് ചാടി നീന്തി കനേഡിയൻ തീരങ്ങളിലേക്ക് പോയി അവിടെ അഭയം തേടി. അവൻ യേശുവിന് വേണ്ടി തന്റെ ജീവൻ നൽകുകയും തന്റെ കഥ എഴുതുവാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ അത് പൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹം കൊല്ലപ്പെട്ടു. നതാഷ എന്നോട് ക്ഷമിക്കൂ എന്നു തന്റെ ജീവിതകഥ കേൾവിക്കാർക്ക് ഞാൻ ശുപാർശ ചെയ്യുന്നു. നതാഷയെ പോലെ സത്യത്തിന് സാക്ഷിയായി നിന്ന
രണ്ട് വനിതകളെ പറ്റിയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ വ്യക്തമായ കൽപ്പനപ്രകാരമാണ് യാക്കോബും കുടുംബവും മിസ്രൈമിലേക്ക് യാത്രയായത്. 7 വർഷത്തെ ക്ഷാമകാലത്തായിരുന്നു ആ പ്രയാണം. ഇസ്രായേല്യർ അന്ന് വെറും 70 പേരടങ്ങുന്ന ഒരു ചെറിയ ഗണം മാത്രമായിരുന്നു. അവർ മിസ്രൈമിൽ അഭയം തേടുകയും വളരെയധികം അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു. ഏതാനും തലമുറകൾക്കുള്ളിൽ അവർ ശക്തമായ ഒരു രാഷ്ട്രമായി വളർന്നു. അങ്ങനെ ദൈവം അബ്രഹാമിനോടുള്ള തന്റെ വാഗ്ദത്തം അവരിലൂടെ നിവർത്തിച്ചു. യോസേഫിന്റെ മരണശേഷം മിസ്രൈം അടിച്ചമർത്തലിന്റെ പ്രതീകമായി മാറി. മോശയുടെ ജനന സമയത്ത് അധികാരത്തിലുണ്ടായിരുന്ന ഫറവോന് യോസേഫിനെയും മിസ്രൈമിനെ സമ്പന്നവും സർവ്വലോകത്തിനും ആശ്രയമായി തീർന്ന ഒരു രാഷ്ട്രമായി രൂപാന്തരപ്പെടുത്തിയതിലുള്ള തന്റെ പങ്കിനെക്കുറിച്ചൊന്നും അറിവില്ലായിരുന്നു. താൻ ഭരിച്ചിരുന്ന ജനങ്ങളെയും അവരുടെ പാരമ്പര്യത്തെയും പരിചയപ്പെടുവാൻ അദ്ദേഹം താല്പര്യം കാണിച്ചില്ല. അവരുടെ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും അറിയില്ലായിരുന്നു. സിംഹാസനത്തിൽ ഇരിക്കുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. തന്റെ സിംഹാസനം സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം ജാഗ്രത പുലർത്തിയതായി നമുക്ക് കാണാം. താൻ ഇങ്ങനെ പറഞ്ഞു, ഇസ്രായേൽ ജനം നമ്മേക്കാൾ വളരെ ആൾബലമുള്ളവരും ശക്തിയുള്ളവരുമായി തീർന്നിരിക്കുന്നു. യുദ്ധമുണ്ടായാൽ ഇസ്രായേലിയർ തങ്ങളുടെ ശത്രുക്കളോടൊപ്പം ചേർന്ന് തങ്ങൾക്കെതിരെ മത്സരിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. എന്നിരുന്നാലും ആ ഭയം അടിസ്ഥാനരഹിതമായിരുന്നു. സദൃശവാക്യം 27:19 നാം എങ്ങനെ വായിക്കുന്നു? വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു, മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. ഫറവോൻ ഇസ്രായേല്യരിൽ സ്വന്തം അരക്ഷിതാവസ്ഥയുടെ ഒരു കാൽപ്പനിക പ്രതിഫലനം കണ്ടു. അതുപോലെ പരീശന്മാർ അവരുടെ അമിതമായ അഭിലാഷങ്ങൾ മൂലം ക്രിസ്തുവിന്റെ വിശുദ്ധിയും കൃപയും കാണുവാൻ അവർക്ക് സാധിച്ചില്ല. യോസേഫിന്റെ സഹോദരന്മാർ അവരുടെ സ്വന്തം അസൂയയും സ്വാർത്ഥതയും കാരണം അദ്ദേഹത്തിന്റെ താഴ്മയും ആത്മാർത്ഥതയും സംശയിച്ചതായി നാം വായിക്കുന്നു. നാമും പലപ്പോഴും വികലമായ ചിന്തകളുടെയും മനോഭാവങ്ങളുടെയും അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ തെറ്റായി വിലയിരുത്തുന്നതായി നമുക്ക് കാണാവുന്നതാണ്. അധികാരം നഷ്ടപ്പെടുമെന്ന ഭയം ഇസ്രായേൽ ജനതയെ അടിച്ചമർത്തുവാൻ ഫറവോനെ പ്രേരിപ്പിച്ചു. നീതിയിലൂടെയും കരുണയിലൂടെയും ഇസ്രായേല്യരുടെ വിശ്വസ്തത നേടുന്നതിനു പകരം ബലപ്രയോഗത്തിലൂടെ അദ്ദേഹം അവരെ അടിച്ചമർത്തുവാൻ ശ്രമിക്കുകയാണ്. അധികാരത്തോടുള്ള സ്നേഹം ഈ മനുഷ്യനെ പിശാചിന്റെ പ്രതിരൂപമാക്കി മാറ്റി. തങ്ങളുടെ കീഴിലുള്ളവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്ന ഏക ഉദ്ദേശത്തിനാണ് ദൈവം ആ പദവികൾ അവർക്ക് നൽകിയിട്ടുള്ളതെന്ന് അധികാരത്തിലുള്ളവർ എപ്പോഴും ഓർക്കേണ്ടതാണ്. ഇസ്രായേല്യരെ ദുർബലപ്പെടുത്തുവാനും ഉന്മൂലനം ചെയ്യുവാനും ഫറവോൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. നിരന്തരമായ അധ്വാനം അവരെ ദുർബലപ്പെടുത്തുകയും അവരുടെ ജനസംഖ്യാ വളർച്ചയെ തടയുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം അവരെ കഠിനവും ക്ലേശകരവുമായ അധ്വാനത്തിന് വിധേയരാക്കി. എന്നാൽ ഫറവോൻ വിചാരിച്ചതിലും നേരെ മറിച്ചാണ് സംഭവിച്ചത്. അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു എന്ന് വായിക്കുന്നു. ഫറവോൻ ഇസ്രായേൽ മക്കളോടുള്ള തന്റെ ക്രൂരത വർദ്ധിപ്പിക്കുകയും എല്ലാ എബ്രായ ആൺകുട്ടികളെയും ജനന സമയത്ത് തന്നെ കൊല്ലുവാൻ ഉത്തരവിടുകയും ചെയ്തു. ഈ കുറ്റകൃത്യം ചെയ്യുവാൻ സൂതികർമ്മിണികളോട് താൻ കൽപ്പിച്ചു. ലോകത്തിലേക്ക് പുതിയ ജീവൻ കൊണ്ടുവരുവാൻ അമ്മമാരെ സഹായിക്കുവാൻ അവരെ ചുമതലപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ മരണത്തിന്റെ കാര്യകർത്താക്കളാകുവാൻ ഫറവോൻ അവരോട് കൽപ്പിച്ചു. ശിപ്ര, പൂവ എന്നീ 2 എബ്രായ സൂതികർമ്മിണികൾ ഈ ഭയാനകമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നതായി വന്നു. അവർ ഭൂമിയിലെ ഏറ്റവും ശക്തനായ രാജാവിന്റെ കാരുണ്യത്തിലായിരുന്നു. എന്നിരുന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുവാനുള്ള ഫറവോന്റെ ഉത്തരവ് അനുസരിക്കുന്നത് അവരുടെ മുമ്പിൽ ഒരു ഐച്ഛിക കാര്യമായിരുന്നില്ല. അവരുടെ അധികാര വിധേയത്വവും ഭയഭക്തിയും ജീവന്റെ ഉടയവനും എല്ലാ രാജാക്കന്മാരുടെ രാജാവുമായ ദൈവത്തോട് മാത്രമായിരുന്നു. അതിനാൽ മിസ്രൈമിലെ രാജാവ് അവരോട് കൽപ്പിച്ചതുപോലെ അവർ ചെയ്തില്ല. ദൈവത്തോടുള്ള ഭയം ഫറവോനോടുള്ള അവരുടെ ഭയത്തെ മറികടന്നു. നമുക്ക് ഉത്തരം നൽകേണ്ട ഒരേ ഒരു ചോദ്യം ഇതാണ്: ആരെയാണ് ഞാൻ അനുസരിക്കുവാൻ ബാധ്യസ്ഥനായിരിക്കുന്നത്? ദൈവത്തെയോ അതോ ഭൗമിക ഭരണാധികാരികളെയോ?
ദൈവം സകലർക്കും സകലത്തിനും മീതെയുള്ളവൻ ആണ്. എന്നിരുന്നാലും നാം ദൈവത്തെക്കാൾ മനുഷ്യരെ ഭയപ്പെടുന്നുവെന്ന് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തെ അനുസരിക്കാതിരിക്കുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ കുറവാണ് എന്ന് നാം മനസ്സിലാക്കിയാൽ എതിർപ്പുകൾക്കിടയിലും ശരിയായത് ചെയ്യുവാൻ നാം ശ്രമിക്കും. ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ തങ്ങൾക്ക് അവകാശമില്ലെന്ന് സൂതികർമ്മിണികൾക്ക് അറിയാമായിരുന്നു. ഭീഷണി നേരിടുമ്പോഴും അവർ ദൈവത്തെ അനുസരിക്കുവാനും ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിക്കുവാനും തീരുമാനിച്ചു. 1 പത്രോസ് 3:13-14 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവർ ആകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആർ? നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കുലുങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. സൂതികർമ്മിണികൾക്കും ഈ ഒരു മനോഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ദൈവകൽപ്പന അനുസരിക്കാതിരിക്കുന്നതിനേക്കാൾ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ഒരുപക്ഷെ അബ്രഹാമിന്റെ പിൻഗാമികൾ ഒരു മഹത്തായ ജാതിയായി മാറുമെന്ന ദൈവിക വാഗ്ദത്തം സൂതികർമ്മിണികൾ ഓർത്തിരിക്കാം. ഇസ്രായേല്യരെ തുടച്ചു നീക്കുക എന്നത് ദൈവത്തിന്റെ ഉദ്ദേശമല്ലെന്ന് അവർക്കറിയാമായിരുന്നു. ഒരുപക്ഷെ ഇത് ഫറവോന്റെ ഉത്തരവിനോട് ചെറുത്തു നിൽക്കുവാൻ അവർക്ക് അധികമായി ധൈര്യം പകർന്നിരിക്കാം. ഫറവോൻ അവരോട് വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ അവർ ബുദ്ധിപൂർവ്വം മറുപടി നൽകിയതെന്ന് നാം വായിക്കുന്നു. അവർ അന്യജാതിക്കാരനായ രാജാവിനെ നിന്ദിക്കുകയോ എതിർത്ത് സംസാരിക്കുകയോ ചെയ്തില്ല. എബ്രായ സ്ത്രീകൾ നല്ല തിറമുള്ളവരായതിനാൽ അതുമൂലമുണ്ടാകുന്ന സ്വാഭാവിക അനന്തരഫലത്തിലേക്ക് അവർ വിരൽ ചൂണ്ടുക മാത്രമാണ് ചെയ്തത്. സൂതികർമ്മിണികളുടെ ഇടപെടലില്ലാതെ സ്വയം പ്രസവിക്കുവാൻ അവർക്ക് സാധിക്കുന്നു എന്നവർ ഫറവോന്റെ മുമ്പിൽ പ്രസ്താവിച്ചു. ഫറവോന് വിശദീകരണം നിഷേധിക്കുവാൻ സാധിച്ചില്ല. സൂതികർമ്മിണികളുടെ ധൈര്യത്തിന് ദൈവം അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്തു. അവരുടെ ജീവൻ രക്ഷിച്ചു എന്ന് മാത്രമല്ല, ദൈവം അവരെ സ്വന്തമായി കുടുംബങ്ങളെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ദൈവത്തെ ഭയപ്പെടുന്നതിന്റെ സന്തോഷം തിരുവെഴുത്തുകൾ നിരന്തരമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവരുടെ കുടുംബങ്ങൾ ദൈവാനുഗ്രഹത്തിന്റെ പ്രതിഫലനങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് പലരും മക്കളെ ഒരു ഭാരമായി കാണുമ്പോൾ അവരെ കർത്താവിന്റെ പ്രതിഫലവും പൈതൃകവും ആയി ദർശിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അതെത്ര അനുഗ്രഹമാണ്. ആവർത്തന പുസ്തകം 28:4 വാക്യത്തിൽ നിന്റെ ഗർഭത്തിന്റെ ഫലം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് പറയുന്നത് അനുസരണത്തിന്റെ അനുഗ്രഹങ്ങളിൽ ഒന്നായിട്ടാണ്. സങ്കീർത്തനം 127 മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ എന്ന് നാം വായിക്കുന്നു. ശരിയായതിനു വേണ്ടി നിലകൊള്ളുമ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് ഭൂമിയിൽ സംരക്ഷണമോ സമൃദ്ധിയോ ലഭിക്കണമെന്നില്ല. ഉദാഹരണത്തിന് ഹെരോദ രാജാവിന്റെ വഴിപിഴച്ച ജീവിതം കണ്ട യോഹന്നാൻ സ്നാപകൻ ധൈര്യപൂർവം അവനെ ശാസിക്കുകയും അതുമൂലം താൻ ശിരച്ഛേദം ചെയ്യപ്പെടുകയും ചെയ്തു. അതുപോലെ സുവിശേഷം പ്രസംഗിച്ചതിന് അപ്പോസ്തലന്മാർ നിരന്തരമായ പീഡനവും രക്തസാക്ഷിത്വവും നേരിട്ടതായി നാം കാണുന്നു. കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടുകയല്ല, മറിച്ച് അനന്തരഫലങ്ങൾ എന്തുതന്നെയായാലും ദൈവത്തോട് വിശ്വസ്തത പുലർത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് തിരുവെഴുത്ത് നമ്മെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു. രാജഭോജനം കഴിക്കുവാൻ ഉത്തരവിട്ടപ്പോൾ ദാനിയേലും തന്റെ സുഹൃത്തുക്കളും സമാനമായ ഒരു പരീക്ഷണം നേരിടേണ്ടതായി വന്നു. രാജാവ് കഴിക്കുന്ന ഭോജനം മോശയിലൂടെ ദൈവം നൽകിയ നിയമങ്ങൾക്ക് വിരുദ്ധമായിരുന്നു എന്ന് അവർക്ക് അറിയാമായിരുന്നു. ചില ദിവസങ്ങൾ തങ്ങളെ ശാഖപദാർത്ഥങ്ങൾ നൽകി പരീക്ഷിക്കുവാൻ അവരുടെ അധികാരിയോട് നിർദ്ദേശിക്കുവാനുള്ള ജ്ഞാനം ദൈവം അവർക്ക് നൽകുകയും തങ്ങളുടെ വിശ്വസ്തതയ്ക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്തു. സൂതികർമ്മിണികളെ പോലെ അവർ അധികാരികളോട് വിവേകത്തോടെയും സൗമ്യതയോടെയും പ്രതികരിച്ചുവെങ്കിലും എതിർപ്പിനെ അഭിമുഖീകരിച്ചു ഉറച്ചു നിന്നു. ദൈവം എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അടിച്ചമർത്തലിലൂടെ ഇസ്രായേല്യരെ തരം താഴ്ത്തിക്കെട്ടുവാനുള്ള ഫറവോന്റെ പദ്ധതി വിപരീത ഫലമുണ്ടാക്കി.
എബ്രായ സ്ത്രീകളെ ദുർബലപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുള്ള കഠിനാധ്വാനം അവരെ ശക്തരാക്കുകയും പകരം അനായാസമായ കുട്ടികളെ പ്രസവിക്കുവാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്തു. മിസ്രൈമ്യർ അത് ദോഷത്തിനു വേണ്ടിയാണ് ഉദ്ദേശിച്ചതെങ്കിലും ദൈവം അത് അവർക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചു. തന്റെ തീരുമാനങ്ങൾ ഫലപ്രാപ്തിയിലേക്ക് വരുന്നില്ല എന്ന് കണ്ട ഫറവോൻ മുമ്പത്തേതിലും പൈശാചികമായ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. ഓരോ എബ്രായ ആൺകുഞ്ഞിനെയും നൈൽ നദിയിലേക്ക് എറിയണമെന്നായിരുന്നു അത്. മിസ്രൈമിലെ ജനങ്ങൾക്ക് പവിത്രമായ നദിയായിരുന്നു നൈൽ. നാം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് കാണുമ്പോൾ മുമ്പുണ്ടായതിനേക്കാൾ കഠിനമായ പരീക്ഷണങ്ങൾ ഒരുപക്ഷെ പിശാച് നമുക്കെതിരെ കൊണ്ടുവന്നേക്കാം. എന്നാൽ നാം നമ്മുടെ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ ജാഗരൂകരായിരിക്കുകയും പ്രാർത്ഥനയിൽ ഉച്ചരിക്കുകയും ചെയ്യണം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. വിശ്വാസത്താൽ നടക്കുവാൻ 2 കാര്യങ്ങൾ അത്യാവശ്യമാണ്: പൂർണ്ണ ജാഗ്രതയും ആശ്രയത്വവും. നമ്മുടെ ബലഹീനതകൾ നാം വേഗത്തിൽ തിരിച്ചറിയണം. മറുവശത്ത് വിശ്വാസത്തിന്റെ അനുസരണത്തിൽ നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും വേണം. ഇവയില്ലാതിരുന്നാൽ നാം പാപത്തിൽ വീഴുവാൻ സാധ്യതകൾ ഏറെയാണ്. നമുക്ക് ഈ വിശ്വസ്തരായ സ്ത്രീരത്നങ്ങളെ പോലെയാകാം. താഴ്മയോടെ നമ്മുടെ തൊഴിലോ സ്വാധീന വലയമോ എന്തു തന്നെ ആയാലും ദൈവത്തെ ഭയപ്പെടുവാൻ നമുക്ക് തീരുമാനിക്കാം. അപകടവും ബുദ്ധിമുട്ടും മുന്നിലുണ്ടെങ്കിലും നമുക്ക് അവനെ അനുസരിക്കാം. അധികാരത്തിലുള്ളവരുടെ മുമ്പിൽ നമുക്ക് സൗമ്യരും ജ്ഞാനികളുമായിരിക്കാം. നമുക്ക് ദൈവത്തിന്റെ പരമാധികാരത്തിലും നന്മയിലും വിശ്വസിക്കാം. അന്യായമായി പ്രവർത്തിക്കുന്ന ശക്തരായ സ്വച്ഛാധിപതികളെ അഭിമുഖീകരിക്കുമ്പോൾ ദൈവം നമുക്ക് സംരക്ഷണവും അവനെ അനുസരിക്കുവാനുള്ള കൃപയും ബലവും നൽകും. നന്മ ചെയ്യുന്നതിന് നാം കഷ്ടമനുഭവിക്കുന്നതിലൂടെ നമ്മുടെ രക്ഷാനായകനായ ക്രിസ്തുവിനെ മാത്രം പിന്തുടരുന്നതിനാൽ നമുക്ക് ദൈവിക ആശ്വാസവും സമാധാനവും പ്രാപിക്കുവാൻ സാധിക്കും. അവന്റെ അളവറ്റ അനുഗ്രഹങ്ങൾ ഈ ജീവിതത്തിലും മരണത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും നമ്മെ അനുഗമിക്കും. ഇവിടെ നാം അഭിമുഖീകരിച്ചേക്കാവുന്ന ചെറുതും താൽക്കാലികവുമായ കഷ്ടപ്പാടുകളേക്കാൾ വളരെ വലുതാണ് അവ എന്നത് എപ്പോഴും നമുക്ക് ആശ്വാസം നൽകുന്നു. ആ പ്രതിഫലത്തിനായി നോക്കി പാർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വരും നേരമെല്ലാം ക്രൂശിലൻ പ്രശംസയാ യേശു കൂടെയുണ്ടെന്നാകിൽ തുമ്പമെല്ലാം ഇമ്പമാ. ക്ലേശം വരും നേരമെല്ലാം ക്രൂശിലൻ പ്രശംസയാ യേശു കൂടെയുണ്ടെന്നാകിൽ തുമ്പമെല്ലാം ഇമ്പമാ. ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാൽ കൃപയാൽ ഞാൻ പിൻചെല്ലും. ക്രൂശുമേടു